ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബോട്ടിൽ ആർട്ട് ചെയ്താലോ? നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഈ ഒരു ബോട്ടിലിൽ നമുക്ക് 3 കോട്ട് ജെസ്സോ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ജെസ്സോ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ബോട്ടിലിൽ നമ്മൾ 3 കോട്ട് വൈറ്റ് ജെസ്സോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലതുപോലെ നമ്മൾ ഉണക്കിയെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് പുൽച്ചൂലിൽ നിന്നുള്ള ഈ ഒരു പുല്ലാണ്. ഇതിൽ നമുക്ക് ഗ്രീൻ കളർ പെയിന്റ് ഒക്കെ കൊടുത്തെടുക്കണം. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് ID കാർഡിലൊക്കെ ഉണ്ടാകുന്ന ഇതുപോലത്തെ റിബണാണ്. ഇത് നമുക്ക് ബോട്ടിലിൽ ഒട്ടിച്ചെടുക്കാനുള്ള ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുല്ലിൽ നമുക്ക് ഗ്രീൻ കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. ഇനി നമ്മൾ പെയിന്റ് ചെയ്തെടുത്തത് ഉണങ്ങാനായിട്ട് വെക്കാം. അത് ഉണങ്ങി കിട്ടുമ്പോഴേക്കും നമുക്ക് ഇതുകൊണ്ട് ഫ്ലവർ ചെയ്തെടുക്കാം. ഇത് നമ്മൾ 3 പീസാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളൊരു 3 ഫ്ലവറാണ് ബോട്ടിലിൽ ഒട്ടിച്ചെടുക്കാനായിട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് ഫ്ലവർ ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ഫ്ലവർ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനിടയിലൂടെയൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിനിടയിലൂടെയൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള 2 എണ്ണം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. നമ്മളിവിടെ 3 ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുല്ലിതാ ഇതുപോലെയാണ് നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുള്ളത്. നമ്മൾ പെയിന്റ് ചെയ്തെടുത്തപ്പോൾ ഈ ഒട്ടി നിൽക്കുന്നതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളതെല്ലാം നമ്മുടെ ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മൾ ഇതിൻ്റെ ഇവിടെ ആയിട്ട് കട്ട് ചെയ്ത് കളയാണ്. ഇതുപോലെയാണ് നമുക്കത് ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതിൻ്റെ താഴെ കുറച്ച് ഭാഗം നമുക്ക് ബോട്ടിലിൽ ഒട്ടിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കളയണം. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ബോട്ടിൽ ആർട്ട് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മളതൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയുള്ള ഭാഗം കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 3 പൂക്കൾ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ റിബൺ കൂടെ ബോട്ടിലിന്റെ നെക്കിൽ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു തെർമോക്കോൾ ബൾസും കൂടെ ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ബോട്ടിലിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ വാർണിഷ് ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മളെ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.